ഹായ്, വെൽക്കം ടു ഓൾ. കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നനക്കിയിട്ട് യൂട്യൂബ് ചാനലിൽ വണ്ടിയുടെ സെയിൽസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാനിപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ഡൗൺ പേയ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബൈക്കുകൾ, അതാണ് ഞാനിപ്പോൾ ഏറ്റവും മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട്. ഈ കിടക്കുന്ന മുതലാണ് R15 V3 2021 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. 34,000 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. 2 ടയേഴ്സും പുതിയതാണ്. ബാക്ക് ടയർ മാറ്റിയിട്ട് ഏകദേശം ഒരു 3 ഡേയ്സിൻ്റെ അടുത്ത് അങ്ങനെ ആയിട്ടേ ഉള്ളൂ. ഫ്രണ്ട് ടയർ മാറ്റിയിട്ട് ഒരു 1 മന്ത് അങ്ങനെ ആയിട്ടേ ഉള്ളൂ. എഞ്ചിൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്താണ്, അതുപോലെ തന്നെ കൂളൻ്റ് റീപ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ചെയിൻ സോക്കറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യാതൊരു പണിയുമില്ല, അത്ര നീറ്റായിട്ടാണ് വണ്ടിയുടെ കിടപ്പ്. റെഡ് കളറാണ്. പിന്നെ നമ്മൾ ബാക്കിൽ ഇതിൻ്റെ ഓണർ ബാക്കിൽ വീൽ മാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീലിന്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ വിൻവിങ് മിറേഴ്സ് കയറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ZXNR ടൈപ്പ് ഇപ്പം നമ്മൾ സൂപ്പർ ബൈക്സിനൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മിറേഴ്സാണിത്. അത്യാവശ്യം ഈ ഒരു മിറർ കയറ്റിനെ കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ലുക്ക്, അത്യാവശ്യം നല്ല ഒരു ബീസ്റ്റ് ലുക്ക് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. 300 കിലോമീറ്റേഴ്സ് നമ്മൾ വണ്ടിയുടെ എഞ്ചിന് ചെക്കിങ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ബോഡിയിൽ എവിടെയും സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, അത്ര നീറ്റാണ് വണ്ടി. ഏകദേശം 50ൻ്റെ അടുത്ത് 50ന് മുകളിലായിട്ട് എനിക്ക് ഇതിനിപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 2-3 ദിവസം ഈ ഒരു വണ്ടി നല്ല രീതിയിലേക്ക് ഒന്ന് ഓടിച്ച് നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അത്ര നീറ്റാണ് വണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടിയുടെ എഞ്ചിന് നമ്മൾ 300 കിലോമീറ്റേഴ്സ് എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നത്. കാരണം ഈ ഒരു 300 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിങ്ങൾ വണ്ടിക്ക് എന്തെങ്കിലും ഈ എടുക്കുന്ന ആൾ എന്തെങ്കിലും ഈ ഒരു വണ്ടിക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്തോട്ട് റിട്ടേൺ കൊണ്ടുവരാമെന്നാണ്. നമുക്ക് എന്താണെങ്കിലും അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഇത് ചെയിൻ സോക്കറ്റിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആഫ്റ്റർ മാർക്കറ്റാണ്. R15 എന്നുള്ള സിമ്പിളൊക്കെ വന്നിട്ടുള്ളൊരു ഗാർഡാണത്. പിന്നെ വണ്ടി എന്താ പറയുക, വണ്ടി ബീസ്റ്റാണ് കേട്ടോ. വണ്ടി യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്ര നീറ്റാണ് വണ്ടി. എനിക്ക് ഓടിച്ചതിൽ എനിക്ക് അത്യാവശ്യം എൻ്റെ അടുത്ത് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം. പക്ഷേ ഈ ഒരു വണ്ടി കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അത്ര കുറച്ച് സ്മൂത്താണ് വണ്ടി, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്താണ് വണ്ടി. അപ്പം ലോ ഡൗൺ പേയ്മെൻറ്റിലാണ് ആളുകൾ ഈ ഒരു വണ്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റ് ആയതിനെക്കൊണ്ടാണ്. ചില ആളുകളുടെ V3ക്ക് 30,000 20,000 എബോവ് ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ചോദിക്കുന്നത് വെറും 10,000 രൂപയാണ്. 10,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, നമ്മുടെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. വണ്ടി ടോട്ടൽ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,38,000 രൂപയാണ്. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം ഏകദേശം 1,45,000 എബോവ് വരുന്നുണ്ട്. ഇപ്പം 2021 മോഡൽ V3യുടെ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് 1,38,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വണ്ടി കൊടുക്കുന്നത്. അപ്പം ആരെങ്കിലും ഇത്ര നല്ലതായിട്ടുള്ളൊരു V3 ആരെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകൾ വണ്ടി എൻക്വയറി EMIയുടെ കാര്യവും മന്ത്ലി EMIയുടെ കാര്യമൊക്കെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വണ്ടിയുടെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ നമ്പറിലോട്ട് വിളിക്കുക. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക് ടയർ ഇതാ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ടയേഴ്സാണ്, പുതിയ ടയറാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ ഇതാ, ഫ്രണ്ട് ടയറും പുത്തൻ ടയറാണ്. ഓക്കെ. വണ്ടിക്ക് വേറെ നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നീറ്റാണ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി. ബോഡി സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എന്താ പറയുക, വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാൻ മാത്രം വണ്ടിയിലൊന്നുമില്ല. ഓക്കെ. പിന്നെ ബാക്കത്തെ ഹഗ്ഗറും ടെയിൽ ടൈഡും നമ്മൾ തരുന്നതായിരിക്കും. ഹഗ്ഗറും ടെയിൽ ടൈഡും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ V3 ലോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടിയാണ്. വെറും 10,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു വണ്ടി മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ നമ്മുടെ അടുത്ത് എത്താനുണ്ട്. ഇപ്പം ഏകദേശം കോണ്ടിനെൻ്റൽ GT എല്ലായിടത്തിലും ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 എബോ ആണ്. ഓക്കെ. എല്ലായിടത്തും കോണ്ടിനെൻ്റൽ GTയുടെ ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 എബോ ആണ്. പക്ഷേ നമ്മളുടെ അടുത്തൊരു കോണ്ടിനെൻ്റൽ 2019 മോഡൽ കോണ്ടിനെൻ്റൽ GT 650 നമ്മുടെ അടുത്ത് എത്താനുണ്ട്. ആ വണ്ടിക്ക് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ചോദിക്കുന്നത് 30-35 രൂപയ്ക്ക് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി ഇറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡ്യൂക്ക് 200 വരാനുണ്ട്. അതുപോലെ തന്നെ ഡ്യൂക്ക് 250 രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പം 2020 മോഡലുണ്ട്. ആ ഒരു വണ്ടിയുടെ ആ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇന്ത്യക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ബ്ലാക്ക് കളർ വണ്ടിയാണ്. ആ ഒരു വണ്ടിയുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വണ്ടി ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് വെറും 20,000 ഡൗൺ പേയ്മെൻ്റ് ആണ്. ഈ നമ്മുടെ V3 ഒക്കെ ഇറക്കുന്ന പൈസയ്ക്കാണ് നമുക്ക് ഡ്യൂക്ക് 250 ഇറക്കാൻ പറ്റുന്നത്. ആ വണ്ടിയുടെ ടോട്ടൽ ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം ഒരു 1,80,000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വണ്ടി കൊടുക്കും. അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണത്. അപ്പം ഈ ഒരു വണ്ടിയെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഈ ഒരു വണ്ടിയെപ്പറ്റി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണോ? നമ്മുടെ പ്ലേസ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് നമ്മുടെ പ്ലേസ് വരുന്നത്. അപ്പം ആരെങ്കിലും ഇവിടെ അടുത്തൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് വണ്ടി വന്ന് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് എന്ത് ഇത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുന്നുണ്ട്, നോ പ്രോബ്ലം. അപ്പം ആരെങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഓക്കെ, കാരണം ഒരുപാട് ലോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടികൾ 10,000 രൂപയ്ക്ക് ഇനിയും V3 വരും, MT-50 വരും. ഓക്കെ, അപ്പം ലോ ഡൗൺ പേയ്മെൻറ്റാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരെങ്കിലും നല്ല ഒരുപാട് പേരുണ്ട്, ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കയ്യിൽ വെച്ചിട്ട് വണ്ടി നോക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം 10,000 രൂപയ്ക്ക് നല്ലൊരു വണ്ടിയുണ്ട്, അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു V3 ഉണ്ടെന്ന് അവരോട് പറയാം. പിന്നെ നിങ്ങൾക്ക് വന്ന് നോക്കാം, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, നോ പ്രോബ്ലം. നമ്മളെല്ലാം വണ്ടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കാവൂ എന്നാണ് ഞാൻ വരുന്ന എല്ലാവരോടും പറയുന്നത്. കാരണം നമ്മൾ അത്രയും പൈസ മുടക്കി ഒരു വണ്ടി എടുക്കുമ്പം ആ വണ്ടി നമുക്ക് എഫോർഡ് ആയിരിക്കണം. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ആ വണ്ടി കിട്ടണം. കാരണം പിന്നീട് എടുത്തിട്ട് നമുക്ക് ആ വണ്ടിക്ക് ഒരു പണി കിട്ടാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ജസ്റ്റ് ഇപ്പം എൻ്റെ വണ്ടി മാത്രമല്ല, ഈ ഒരു വണ്ടി മാത്രമല്ല, ഏത് വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്പർ താഴെയുണ്ട്. എന്തെങ്കിലും ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. മന്ത്ലി EMI കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. 10,000 അല്ല, 10,000 എബവ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാം കേട്ടോ. മിനിമം 10,000 ആണ് വരുന്നത്. ഇതിൻ്റെ എബവ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡ്യൂക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസും പിന്നെ ഫുൾ ടൈം വണ്ടിയുടെ സെയിൽസിൻ്റെ സ്റ്റോറി ഒക്കെ ഇടുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലാണ്. ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ബൈക്ക് സെല്ലർ എന്നാണ് ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ പേര്. പിന്നെ എൻ്റെ പിക്കാച്ചു എന്നുള്ള എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അപ്പം ആരെങ്കിലും വണ്ടിയെപ്പറ്റി കൂടുതൽ അറിയണോ, ഈ വണ്ടിയല്ല വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണോ, അതുപോലെ തന്നെ ഗിയർലെസ് വണ്ടികളാണെങ്കിലും ഗിയർ വണ്ടികളാണെങ്കിലും ഇപ്പം ലോ ഡൗൺ പേയ്മെൻറ്റിൽ 55,000 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മളെടുത്തൊരു Aprilia 160 2020 മോഡൽ സെയിലായി പോയിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂക്ക് 250 BS6 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മളെടുത്ത് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനലൊന്ന് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും നല്ലൊരു വണ്ടി എടുക്കേണ്ട ഒരാളാണ്. അപ്പം നമുക്ക് ഷോറൂമിൽ കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ പുറത്തുനിന്ന് കിട്ടുന്നതിനെ കൊണ്ടാണ് ആളുകൾ സെക്കൻഡ്സ് വണ്ടിയുടെ പുറകെ കൂടുതലായിട്ട് പോകുന്നത്. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടി എടുക്കണം, കാരണം ഇപ്പോൾ ഒരു 10,000 ഡൗൺ പേയ്മെൻറ്റ് ആനെ കൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് സെയിലാവും. സോ പെട്ടെന്ന് അർജൻറ്റായിട്ട് കണ്ടിട്ട് അധികം ലേഖ അടിപ്പിക്കാണ്ട് ആരാണോ നമുക്ക് ഫസ്റ്റ് വന്ന് വണ്ടി കണ്ടിട്ട് ഓക്കെ അഡ്വാൻസ് ഒക്കെ തരുന്നത് അവരെ നമ്മൾ കൺഫേം ആക്കുന്നതായിരിക്കും. പിന്നീട് വിളിച്ച് കഴിഞ്ഞിട്ട് അത് പോയോ അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു സംഭവം വേണ്ട. വീഡിയോ കണ്ട പാട് എടുക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കാം. നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതായിരിക്കും. ഡ്യൂക്കിൻ്റെയും കോണ്ടിനെൻ്റൽ GT-യുടെ ഒക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലോട്ട് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.